നമസ്തേ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഡിജിറ്റൽ പാർട്ടി ജന്മമെടുത്തു. ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാര സംഘടനകളുടെ പദ്ധതി. മാധ്യമങ്ങൾ ഇടതടവില്ലാതെ ഇവരുടെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളെ ചേർത്ത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചയായി മാറിക്കഴിഞ്ഞു. BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ മറികടന്ന് മുന്നേറുന്ന ഈ ജൻസി വിപ്ലവം കണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ പരിഹാസമാണ് എന്ന് കരുതുന്നില്ല. ഇതൊരു ട്രെയിലറാണ്, വരാൻ പോകുന്ന ഒരു വലിയ ജൻസി വിപ്ലവത്തിന്റെ റിഹേഴ്സൽ. അടുത്ത കാലത്ത് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന കലാപങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നത് കേട്ടു. എന്താ ഇന്ത്യയിലെ യുവാക്കൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്? നേപ്പാളിലെ പോലെ ഒരു ഭരണമാറ്റം നടത്താൻ ഇവിടെയും യുവാക്കൾ രംഗത്തിറങ്ങണമെന്ന്. അത് പറഞ്ഞ നേതാവിന്റെ ശിഷ്യനാണ് ഇപ്പോൾ ഈ കോക്രോച്ച് എന്ന സംഘടനയുടെ പിന്നിലുള്ള അഭിജിത്ത് ദീപ്കെ. ഇതൊരു പക്ഷേ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഗൗരവമായുള്ള ഒരു ഓൺലൈൻ മൂവ്മെന്റ് ആണിത്. സിസ്റ്റം നമ്മളെ വില കുറച്ച് കാണുന്നു എന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അത് ഏതു വിധത്തിലും മുതലെടുക്കാൻ ഇന്ത്യയിൽ തന്നെ നിരവധി ആളുകളുണ്ട് എന്നതിന്റെ തെളിവാണ് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഈ സന്തോഷവും ആഹ്ലാദവും. കൂടുതൽ ആഹ്ലാദിക്കേണ്ട, ഓരോ രാജ്യവും എടുത്തു നോക്കുക. നേപ്പാൾ, ടുണീഷ്യ, ഈജിപ്ത്, ഹോങ്കോങ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ചിലി, ഇറാൻ, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ഇവിടെയൊക്കെ കണ്ട പൊതുവായ പാറ്റേൺ എന്തായിരുന്നു? ആദ്യം ഇതുപോലൊരു സറ്റയർ, പിന്നെ ഓൺലൈൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, പിന്നീട് ട്രിഗർ ഇവന്റ്, ശേഷം തെരുവ് പ്രതിഷേധം, അങ്ങനെ ഭരണപരമായ വലിയ മാറ്റങ്ങൾ. യുവാക്കൾക്കിടയിലെ അസന്തോഷവും അസംതൃപ്തിയും മുതലെടുത്ത് കലാപങ്ങൾ ഉണ്ടാക്കുകയല്ല പ്രതിപക്ഷ ധർമ്മം. ജനാധിപത്യത്തിലൂടെ മാറ്റങ്ങൾക്ക് ശ്രമിക്കുക എന്നതാണ്. അതിന് ഒത്തിരി കഷ്ടപ്പെടണം. എളുപ്പവഴിക്ക് ശ്രമിക്കുന്നത് അപകടമാണ്. ആ അപകടത്തിന് മാധ്യമങ്ങൾ വിളക്ക് തെളിയിക്കരുത്. റേറ്റിംഗ് അല്ല പ്രധാനം, രാജ്യമാണ്.